BJP അതിശക്തമായി വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ മണ്ഡലം. തൃപ്പൂണിത്തറ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 82% ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അവിടെ, അതുമായി കലാമണ്ഡലത്തിൻ്റെ ചില സ്ഥാപനങ്ങൾ അവിടെ വലിയ രീതിയിൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ വലിയ ഹിന്ദു വോട്ടുള്ള ഒരു മണ്ഡലമാണ്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടൊക്കെ എല്ലാം കൂടി 10-18% ഉള്ളൂ. പക്ഷേ ഈ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ആണ്. അപ്പോൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ആയതുകൊണ്ട് അവർ മാറി മാറിയാണ് ജയിച്ചു വരുന്നത്. ഇപ്രാവശ്യം 2020 അഞ്ജലി നായരാണ്. അവർ സിനിമാ നടിയാണ്. വളരെ വലിയ ഹൈപ്പ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല വോട്ട് അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. വലിയ ഹൈപ്പാണ് അവർ പ്രചരണ രംഗത്തൊക്കെ നടത്തുന്നത്. പിന്നെയാണ് ഉണ്ണികൃഷ്ണൻ, CPM-ന്റെ ശക്തനായ എറണാകുളം ജില്ലയിലെ നേതാവ് ഉണ്ണികൃഷ്ണനാണ് CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. സ്വരാജ് മത്സരിച്ച് അതിൻ്റെ കഥ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ദീപക് ജോയി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ്. പക്ഷെ ദീപക് ജോയി അത്ര പ്രമുഖനാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മറ്റ് പല നേതാക്കളെയും പറയുന്ന പോലെ ബാബുവിനെ പോലെയൊന്നും പ്രമുഖരല്ല. 1967 TK രാമകൃഷ്ണൻ, CPM-ന്റെ TK രാമകൃഷ്ണൻ മന്ത്രിയൊക്കെ ആയിരുന്ന CPM-ന്റെ വലിയ നേതാവായിരുന്ന TK രാമകൃഷ്ണൻ അവിടെ MLA ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പോയി പോൾ പി മാണി. അതാ ഞാൻ പറഞ്ഞ മാറിയും തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. 5ാമത് 77-ലും 80-ലും വീണ്ടും TK രാമകൃഷ്ണൻ അവിടെ ജയിച്ചു. അതേസമയം അടുത്ത 82-ലെ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി, NDA ഇപ്പം ഇല്ല, NSSന്റെ രാഷ്ട്രീയ പാർട്ടിയായ NDA സ്ഥാനാർത്ഥിയായ KGR കർത്തയാണ് പിന്നെ ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ വിശ്വനാഥ മേനോനാണ് ജയിച്ചത്. വിശ്വനാഥ മേനോൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്നു. വിശ്വനാഥ മേനോനാണ് പിന്നെ അവിടെ CPM-ന്റെ ജയിച്ചത്. അത് കഴിഞ്ഞ് 91 മുതൽ 91, 96, 2001, 2006, 2011 5 വർഷം, 5 തവണ എന്ന് പറഞ്ഞാൽ 25 വർഷം K ബാബുവിൻ്റെ പടയോട്ടമായിരുന്നു. കോൺഗ്രസിലെ K ബാബു അങ്ങനെ പോയതിനു ശേഷം 2016 K ബാബു പക്ഷേ വീണു. M സ്വരാജ് അവിടെ ജയിച്ചു. CPM-ന്റെ M സ്വരാജ് MLA ആയിരുന്നു. 2021 ആയപ്പോൾ വീണ്ടും K ബാബു മണ്ഡലം തിരിച്ചു പിടിച്ചു സ്വരാജിൽ നിന്ന്. അപ്പോൾ സ്വരാജിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനുശേഷം സ്വരാജിന് പറ്റിയിരിക്കുന്നത്, സ്വരാജ് നിലമ്പൂർ പോയി മത്സരിച്ചു, അവിടെയും തോറ്റു. ഇപ്പോൾ M സ്വരാജ് പാർലമെന്ററി മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഇത് ഒരു തോറ്റ ആളെന്നുള്ള ഒരു ഫീലിലേക്ക് അദ്ദേഹം ഒരു പ്രാവശ്യമേ ജയിച്ചിട്ടുള്ളൂ. അത് തൃപ്പൂണിത്തറയാണ്. ഇപ്രാവശ്യം തൃപ്പൂണിത്തറ മത്സരിക്കാനും ഒരു ധൈര്യം ആര് കാണിച്ചില്ല, M സ്വരാജ് കാണിച്ചില്ല. തോറ്റുപോകുമോ എന്നുള്ള പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ തൃപ്പൂണിത്തറ മണ്ഡലം K ബാബുവിലൂടെ കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തൃപ്പൂണിത്തറ മണ്ഡലം UDF-ന് കിട്ടുമെന്നാണ് സർവേകൾ പറയുന്നത്. എന്തായാലും 2020-ക്കുള്ള ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതേസമയം അതൊരു BJP സ്ഥാനാർത്ഥി തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന, നേരത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം നേരത്തെ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ ആളാണ്. അവിടെ വലിയ തോതിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അപ്പോൾ വേണമെങ്കിൽ BJP-ക്ക് അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വലിയൊരു പരീക്ഷണം നടത്താമായിരുന്നു. പക്ഷേ എന്താണ് BJP-യുടെ സ്ട്രാറ്റജി എന്ന് നമുക്കറിയില്ല. രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് മറ്റു ചില തന്ത്രങ്ങളാണ്. അത് എന്താണ് തന്ത്രം എന്നറിയില്ല. എന്തായാലും 2020-ക്കാണ് അവിടെ സീറ്റ് കൊടുത്തത്. പക്ഷേ 2020-യെ മോശമായിട്ട് എഴുതിത്തള്ളാൻ പറ്റത്തില്ല. സാമ്പത്തിക കാര്യത്തിലായാലും പ്രചരണത്തിൻ്റെ കാര്യത്തിലായാലും വളരെ വലിയ അപ്പർ ഹാൻഡ് അഞ്ജലി നായരോട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഹിന്ദുക്കളുടെ വോട്ട് 82% വരുന്ന ഹിന്ദുക്കൾ ആർക്ക് മറിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വോട്ട് വരുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് UDF-ലേക്ക്, ദീപക് ജോയിയിലേക്ക് ആ വോട്ടുകൾ പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം 5 പ്രാവശ്യമായി ബാബു, 6 പ്രാവശ്യം ബാബു അവിടെ എന്ന് പറഞ്ഞാൽ 30 വർഷത്തോളം അവിടെ ഉണ്ട്. ബാബുവിൻ്റെ നോമിനിയാണ് ദീപക് ജോയി എന്നുള്ളതാണ് അവിടെ ദീപക് ജോയിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാനുള്ള അധിക യോഗ്യതയായി വന്നതും ഈ K ബാബുവിൻ്റെ നോമിനിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തോറ്റുപോകും. K ബാബു പറയാത്ത ഒരാളിനെ അവിടെ നിർത്തിയാൽ തോറ്റ് തുന്നം പാടും. പക്ഷെ K ബാബു പറഞ്ഞ ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഗ്രൂപ്പും കാരണം K ബാബു ആണ് അവിടെ. തൃപ്പൂണിത്തറ മീൻസ് K ബാബു മീൻസ് തൃപ്പൂണിത്തറ. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് അത്രമാത്രം A ഗ്രൂപ്പിൽ നിൽക്കുകയും ശക്തനായ A ഗ്രൂപ്പിൽ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ബിവറേജസ് കോർപ്പറേഷൻ്റെയൊക്കെ പേരിൽ വലിയ ആക്ഷേപവും കേസും അഴിമതിയൊക്കെ വന്നിട്ടും K ബാബു പിടിച്ചു നിന്നു. വലിയ
കേസുകളിലാണ് ഒരുപാട് ചെന്നുപെട്ടത്, അഴിമതിയിലൊക്കെ. എന്നിട്ട് കെ ബാബു പിടിച്ചു നിന്നു, കോടതി വഴിയൊക്കെ പോയി. പിന്നെ തെരഞ്ഞെടുപ്പിലും എം സ്വരാജും കോടതി പോയി, അതിനെയും ഓവർടേക്ക് ചെയ്തൊക്കെ പിടിച്ചു നിൽക്കാൻ ബാബുവിന് കഴിഞ്ഞു. അവസാനത്തെ തെരഞ്ഞെടുപ്പിന് എം സ്വരാജ് കോടതി പോയി, പക്ഷെ കോടതി പോയിട്ട് രക്ഷപിടിച്ചില്ല. അങ്ങനെ വളരെ വലിയ രീതിയിലാണ് പിന്നെ പോകുന്നത്. പിന്നെ ഇപ്പോൾ എന്തായാലും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. KN ഉണ്ണികൃഷ്ണനാണ് CPM-ൻ്റെ, ദീപക് ജോയി എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി UDF-ന്, പിന്നെ അഞ്ജലി നായരാണ് പിന്നെ 2020 വേണ്ടി. ആം ആദ്മിക്ക് വേണ്ടി ഒരു തോമസ് പോൾ മത്സരിക്കുന്നുണ്ട്, അത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ആം ആദ്മി കേരളത്തിൽ മത്സരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം 21 മത്സരിച്ചത് എം സ്വരാജും ഡോക്ടർ KS രാധാകൃഷ്ണൻ മത്സരിച്ചു. അതിൽ KS രാധാകൃഷ്ണന് നല്ല വോട്ട് കിട്ടിയ 23,000-ൽ പരം വോട്ട് കിട്ടിയ സ്ഥലമാണ് അവിടെ. പക്ഷേ കെ ബാബുവിന് 66,000-ൽ പരം വോട്ട് കിട്ടി, സ്വരാജിന് 64,000. അപ്പോഴും 23,000 വോട്ട് അവിടെ പിടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ രാധാകൃഷ്ണനെ തന്നെ ഒന്നുകൂടി പരീക്ഷിക്കാമായിരുന്നു. എന്തായാലും നമുക്കറിയില്ല. തൃപ്പൂണിത്തറ UDF-നാണ് ഇപ്പോൾ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 82% BJP ആയതുകൊണ്ട്, ഹിന്ദുക്കളായതുകൊണ്ട് അഞ്ജലി നായർ അട്ടിമറി നടത്തുമോ?